ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത് കൺസ്ട്രക്ട് CLR പാഴ്സിംഗ് ടേബിൾ ഫോർ ദി ഗിവൺ ഗ്രാമർ. ഇസ് ദ ഗ്രാമർ CLR? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ എഗെയിൻ ഇത് എൻ്റെ ഒരു ശരി എന്ന് എനിക്ക് തോന്നുന്ന ഒരു രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. യു ആർ ഓൾവേസ് വെൽക്കം ടു ചാലഞ്ച്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ കൊടുക്കാം. അത് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു സോൾവ് ബിഫോർ ദി എക്സാം. എല്ലാം വളരെ പെട്ടെന്ന് വന്ന പോലെ തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് CLR പാഴ്സിംഗ് ടേബിൾ ഫോർ ദി ഗിവൺ ഗ്രാമർ. ആർ സ്റ്റെപ്പ് 1 വുഡ് ബി റൈറ്റിംഗ് ദി ഓഗ്മെന്റഡ് ഗ്രാമർ. അതിനെന്താണ് ചെയ്യേണ്ടത്? ഐ ആം ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ സ്റ്റാർട്ട് സിംബൽ S. Then I am writing my production. S gives L is equal to R. S gives R. L gives star R. L gives ID. And R gives apostrophe അല്ല semicolon L. ഇത്രയുമാണ് നമ്മളുടെ പ്രൊഡക്ഷൻസ്. ഐ ആം ജസ്റ്റ് നമ്പറിങ് മൈ പ്രൊഡക്ഷൻസ് 1, 2, 3, 4, 5 വിത്തൗട്ട് ടേക്കിംഗ് ദി ഓഗ്മെന്റഡ് ഗ്രാമർ, കാരണം റിഡക്ഷനൊക്കെ എഴുതാനായിട്ട്. ഇനി ഇതൊരു CLR പാഴ്സിംഗ് ആണല്ലേ. CLR പാഴ്സിംഗ് എന്താണ്? നമ്മൾ ലുക്ക് ഹെഡ് കണ്ടുപിടിക്കണം. അപ്പം എസ് വരുന്നത് എവിടെയാണോ അവിടെ എല്ലാത്തിൻ്റെയും ലുക്ക് ഹെഡ് ഡോളറാണ്. ഡോളർ സൈനാണ് എസ് വരുന്ന എല്ലായിടത്തും. ഇനി ബാക്കിയുള്ളവരുടെ അടുത്തോ എല്ലിനും ആറിനും നമ്മൾ എന്ത് ചെയ്യും? എല്ല് പ്രൊഡക്ഷനിൽ എവിടെയെങ്കിലും RHS ഉണ്ടോ എന്ന് നോക്കുക. യെസ്, ഇവിടെ ഉണ്ട് അല്ലേ. അപ്പം അതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ ഫസ്റ്റ് എടുക്കുക. ഇഫ് ഇറ്റ് ഇസ് എ നോൺ ടെർമിനൽ. ഇഫ് ഇറ്റ് ഇസ് എ ടെർമിനൽ റൈറ്റ് ദാറ്റ് എലമെൻറ്റ്. അപ്പോൾ ഈക്വൽ ടു ആണ് നമ്മളുടെ എന്താണ് എല്ലിൻ്റെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത്. രണ്ടെണ്ണത്തിൻ്റെയും ഈക്വൽ ടു ആണ്. ഇനി ആറിൻ്റെ കാര്യം. ആറെന്ന് പറയുന്നത് എവിടെയാണ്? ആറെന്ന് പറയുന്നത് ദേ ഇവിടെയാണ് കിടക്കുന്നത്. സോ ആറിൻ്റെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് എസിൻ്റെ എന്താണ് ലുക്ക് ഹെഡ് കൊടുത്തത് അത് തന്നെയാണ്. സോ ഐ എം ഗിവിങ് ദിസ് ഇസ് ഈക്വൽ ടു ദിസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പത്തിന് നിങ്ങൾക്ക് വേണേ ചോദിക്കാം ഇതെന്തുകൊണ്ടാണ് എടുക്കാഞ്ഞെന്നുള്ളത്. ബേസിക്കലി എസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എസിൻ്റെ സാധനം എടുത്തങ്ങ് പോയത്. ഓക്കെ, അപ്പം ലുക്ക് ഹെഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതുമ്പോഴത്തേനും ആ ഒരു എന്താണ് റിഡക്ഷൻസ് ഒക്കെ എഴുതുമ്പോഴത്തേനും നമുക്ക് ഫോളോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പത്തേനും സ്റ്റെപ്പ് 2 നമ്മൾ തൽക്കാലത്തേന് ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആരൊക്കെയുണ്ട്? S ഉണ്ട്, L ഉണ്ട്, R ഉണ്ട് അല്ലേ. എസിൻ്റെ എന്താണ് നമ്മളുടെ ഫസ്റ്റ് വരുന്നത്? ഇവിടെ S' ഇവിടെ ഒന്നുമില്ല ഫസ്റ്റ്. സോ എസിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ? എസിൻ്റെ ഫസ്റ്റ് ഇവിടെ നിന്നാണ്, S ആണ് അല്ലേ. എസിൻ്റെ ഫസ്റ്റ് എന്താണ്? L ആണ്. എല്ലിൻ്റെ ഫസ്റ്റ് എന്താണ്? സ്റ്റാർ ആണ് അല്ലേ. സ്റ്റാർ അത് കഴിഞ്ഞ് പിന്നെ എല്ലിന് IDയും ഉണ്ട്. അപ്പം എസും S' സ്റ്റാറും IDയും ആയിരിക്കും. എല്ലിൻ്റെ ഫസ്റ്റും സ്റ്റാറും IDയും ആയിരിക്കും. ആറിൻ്റെ ഫസ്റ്റ് എന്താണ്? ഇതാണ് അല്ലേ, സെമികോളൻ ആണ്. ഫോളോ എസിൻ്റെ ഫോളോ എന്ന് പറയുന്നത് S' ഫോളോ ഡോളർ ആയിരിക്കും. എസിൻ്റെ ഫോളോ സിൻസ് ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത് കൊണ്ട് S' ഫോളോ തന്നെയായിരിക്കും, വിച്ച് ഇസ് അഗെയിൻ എ ഡോളർ സൈൻ. എല്ലിൻ്റെ ഫോളോ എന്താണ്? എല്ല് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. എല്ലിൻ്റെ ഫോളോ ഈക്വൽ ടു ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു എല്ലുണ്ട് അല്ലേ. അപ്പത്തേന് എല്ലിൻ്റെ ഫോളോ ആറിൻ്റെ ഫോളോ ആണ്. ആറിൻ്റെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അപ്പം ഈക്വൽ ടു. ഇനി ആറിൻ്റെ ഫോളോ എന്താണ്? ആറിൻ്റെ ഫോളോ ഇവിടെയാണുള്ളത്. ആറിൻ്റെ ഫോളോ എന്ന് പറയുന്നത് S ആണ്. ഇത് ഇവിടെ എഗെയിൻ നമുക്ക് ഈ ഒരു 2 പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യുന്നത് കൊണ്ട് ചുമ്മാ ഒരു ഇൻവിസിബിൾ നമ്മളുടെ എന്നാണ് ഇൻവിസിബിൾ അല്ല ഇൻഫിനിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന് നമ്മൾ ആ ഒരു കാര്യത്തെ കൺസിഡർ ചെയ്യുന്നത്. S ഉള്ളതുകൊണ്ട് S ആണ് നമ്മൾ എടുക്കുന്നത്. സെയിം തിങ് വിത്ത് ദി ലുക്കപ്പ് സിമ്പിൾ, അതുകൊണ്ടാണ് നമ്മൾ ഡോളർ എടുത്തത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ ഡോളർ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഗെയിൻ ഡോളർ വരും. അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 കുറച്ചു നല്ല പണി എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ഓൾ ദി കളക്ഷൻ എലമെൻറ്റ്സ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഐറ്റംസിനെ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ I0 ആദ്യമേ എഴുതണം. ഈ ഒരു സെക്ഷനെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എന്താണ് ഇഷ്യൂസ് ഒന്നും വരാണ്ട് എളുപ്പം റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി നോക്കാം. S' എന്ന് പറയുന്ന എന്താണ്? നമ്മൾ S ആണല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ്? S gives L is equal to R ഡോളർ. അത് കഴിഞ്ഞ് S gives R ഡോളർ. L gives R equal to L gives ID equal to R gives ഡോളർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എല്ലാം ഫസ്റ്റിൽ കിടക്കുവാണ്.
ഇനി ആദ്യമേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഇവിടെ എസ് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഞാൻ ചെയ്യുവാണ്. എസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ എസ് ഡാഷ് എസ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യും. ലുക്ക് ഹെഡ് എഴുതാൻ മറക്കരുത്. ദിസ് ഇസ് മൈ I1 ആൻഡ് ദിസ് ഇസ് മൈ അക്സെപ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാരലായിട്ട് ഇത് ടേബിളിലും കൂടെ ഒന്ന് എഴുതിപ്പോവാം. ഓക്കെ, ടേബിളിൽ എഴുതി പോകാനായിട്ട് നമുക്കിപ്പോൾ എങ്ങനെയാണ്, ഐ തിങ്ക് സോ കുറച്ചിതൊന്ന് ഓക്കെ, നമുക്ക് ഇവിടെ ഇത് എഴുതിപ്പോവാം. ടേബിളിൽ എങ്ങനെയാണ് നമുക്ക് ആക്ഷൻ അല്ലേ, ആക്ഷൻ നമുക്ക് എഴുതാം, ആക്ഷൻ എഴുതാം, ഗോ ടു എഴുതാം. ഓക്കെ, ഗോ ടു എഴുതാം. ആക്ഷനും ഗോ ടുവിലും നമുക്ക് വരുന്നത് ഒരിടത്ത് നമുക്ക് വരുന്നത് ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണ് നമ്മളുടെ ഇൻപുട്ട് സിമ്പിൾ, നമുക്ക് സ്റ്റാർ ടെർമിനൽസ് ID ഉണ്ട്, അപ്പോസ്ട്രഫി അല്ലല്ലോ, സെമികോളൻ, ഈക്വൽ ടു ആൻഡ് ഡോളർ. നമ്മളുടെ ഫസ്റ്റിൽ കിടക്കുന്ന സാധനമൊക്കെ എടുത്തിട്ട് ഡോളർ, ഈക്വൽ ടു, പിന്നെ അത് കഴിഞ്ഞിച്ച് നമുക്കുള്ള ബാക്കിയുള്ള നോൺ ടെർമിനൽസ് സ്റ്റാറും സെമികോളനും. അത് കഴിഞ്ഞിച്ച് ഗോ ടു വരുന്നത് ഏതൊക്കെയാണ്, SL R. അപ്പോൾ 0 നമുക്കിപ്പോൾ എഴുതാനായിട്ടില്ല, കാരണം നമ്മൾ എഴുതി വരുന്നേ ഉള്ളൂ. 1 നമ്മൾ എഴുതി കഴിഞ്ഞല്ലേ. 1ൽ എങ്ങനെയാണ്, 1ന് അക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ് വരുന്നത്. ഈ അക്സെപ്റ്റ് സ്റ്റേറ്റ് ഞാൻ എവിടെയാണ് എഴുതുന്നത്, എസ്സിലാണ് എഴുതുന്നത് അല്ലേ. നമ്മളുടെ എന്താണ് RHSൽ, ഞാൻ നേരത്തെ തിരിഞ്ഞാണ് പറഞ്ഞത്, പ്ലീസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ഇവിടെ ഉള്ളതിൻ്റെ എന്താണ് ഫോളോയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഡോളറിലായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഡോളറിലും ഞാൻ എന്താണ് എഴുതുന്നത്, അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഏതിനാ, 1ൻ്റെ കേസിൽ. ഇനി അടുത്തത് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ അടുത്തത് I2 എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, I2 എന്താണ്, നമുക്കിവിടെ L വരുന്ന കേസ്. ഇവിടെ L വന്ന് എന്താണ് സംഭവിക്കുക, S gives L നമ്മൾ റീഡ് ചെയ്ത് ഈക്വൽ ടു R ഡോളർ. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഉണ്ട് L വന്നു കഴിഞ്ഞാൽ, ഇല്ല, ഒന്നുമില്ല. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് 1. ഓക്കെ, ഇതെൻ്റെ I2. ഇനി I2ൽ അടുത്ത എങ്ങനെയാണ്, I2ൽ എനിക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഈക്വൽ ടു ആണ്. ഒരു ഈക്വൽ ടു വന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, S gives L ഈക്വൽ ടു R ഡോളർ അല്ലേ. ഈ R ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ Rൻ്റെ റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻസ് നമുക്ക് താഴോട്ട് എഴുതാം. R gives, ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, L ഡോളർ. ഓക്കെ, ഇതിനെ ഞാൻ I7 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ മാറിപ്പോകുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ ആ ഒരു വട്ടത്തിൽ മൊത്തത്തിൽ വരുമ്പോഴത്തേനും അത് കറക്റ്റ് ഇട്ടിട്ട് പോകുന്നതേ ഉള്ളേ. നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ടേബിളിൽ അതുപോലെ ഞാൻ നേരത്തെ എഴുതി വെച്ചതുപോലെ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ I7 എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ I2ൽ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എന്താണ്, I2ൽ ഈക്വൽ ടു സെക്കൻഡിൽ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, S7ലോട്ട് പോകും. എന്താണത്, ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ആണല്ലേ. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇനി അടുത്തത് ഞാൻ ഓരോ മരം ഇങ്ങനെ തീർത്ത് തരും, കാരണം ഇതൊരു വലിയ ഡയഗ്രമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇവിടെ നമുക്ക് പോസിബിലിറ്റിയുള്ള ഇൻപുട്ട് ഏതൊക്കെയാണ്, നമുക്ക് 6 വരാം, അതുപോലെ തന്നെ ഈ ഒരു ഡോട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ 6 വരുന്ന കേസാണ് ആദ്യം എഴുതുന്നത്. 6 വരുന്ന കേസ്, 6 വന്നാൽ എങ്ങനെയാണ്, S gives L ഈക്വൽ ടു R. അത് കംപ്ലീറ്റ് ചെയ്തു കണ്ടോ, ആ ഒരു സ്ട്രിങ് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഐ ആം മാർക്കിംഗ് ഇറ്റ് ആസ് മൈ I10. ഞാൻ പറഞ്ഞില്ലേ, നമ്പർ നിങ്ങൾക്ക് എങ്ങനെ വേണം കൊടുത്തോ, അത് നിങ്ങൾ എങ്ങനെ വേണം ചെയ്തു. ആൻഡ് ദിസ് ഇസ് മൈ റിഡക്ഷൻ അല്ലേ, ഇതെൻ്റെ റിഡക്ഷനാണ്. ഏത് പ്രൊഡക്ഷനുള്ള റിഡക്ഷനാണ്, ഇതെൻ്റെ R1നുള്ള റിഡക്ഷനാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. I10ൽ വേറെ ഒന്നുമില്ല. അപ്പോഴത്തേനും നമുക്ക് ടോട്ടലി ഒരു 15 സ്റ്റേറ്റ്സ് വരുവേ. ഓക്കെ, നമ്മളപ്പോൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I10ൽ എന്ത് വരുമ്പോഴത്തേനുമാണ്, I10ൽ നമുക്ക് റിഡക്ഷനാണ്. അപ്പം I10ൽ ആരാണുള്ളത്, I10ലുള്ളത് നമുക്ക് R ആണല്ലേ. $6 ഇതാണ് വരുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ലുക്ക് ഹെഡിനകത്ത് നമ്മൾ എഴുതുവാണേ. അപ്പം R10ൽ ഞാൻ R1 എന്ന് പറഞ്ഞ് ഞാനിവിടെ മെൻഷൻ ചെയ്തു. എന്തുകൊണ്ടാണ് റിഡക്ഷൻ 1 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കൊരു കോളൻ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്, ഒരു സെമി കോളം വരുവാണെങ്കിൽ എങ്ങനെ എഴുതുന്നത്, ഇവിടെ സെമി കോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, R gives സെമി കോളൻ L ഇവിടെ നമുക്ക് വരും. അപ്പം Lൻ്റെ അടുത്ത എഴുതിക്കോണം, ഇലാബറേറ്റ് ചെയ്ത് L വാട്ട് എന്താണ്, $R ഡോളർ. അത് കഴിഞ്ഞിട്ട് L gives ID. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരുവേ.
അപ്പം ഇതിനെ ഞാൻ എന്തായിട്ട് എഴുതി, ഞാൻ എൻ്റെ I6 ആയിട്ട് ഞാൻ എഴുതിയേ. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇനി ഇവിടുന്ന് അപ്പം എൻ്റെ I10 കഴിഞ്ഞു, എൻ്റെ I7 കംപ്ലീറ്റ് ചെയ്തു. അപ്പം I7 എൻ്റെ കംപ്ലീറ്റഡ് ആണ്. അപ്പം I7 ജസ്റ്റ് ഞാൻ എഴുതുവാണേ. I7ൽ 6 വന്നാൽ I10ലോട്ട്, അപ്പം I7ൽ 6 വന്നു കഴിഞ്ഞാൽ I10ലോട്ട് പോകും. അത് കഴിഞ്ഞേച്ച് എൻ്റെ I7ൽ ഡോളർ ഇത് വന്നു കഴിഞ്ഞാൽ I6ലോട്ട് പോകും. അപ്പം ഷിഫ്റ്റ് 6 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് I6ൽ അടുത്ത വരാൻ പോസിബിലിറ്റി ഉള്ളത് ഒരു L ആണ്. ഓക്കെ, L വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, L വന്നു എന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് R gives ഡോളർ എഴുതണം. ഓക്കെ, ദിസ് ഇസ് അഗെയിൻ കോൾഡ് മേ ബി I9 ആൻഡ് ദിസ് ഇസ് അഗെയിൻ റിഡക്ഷൻ. ഈ റിഡക്ഷൻ എന്താണ്, ഈ ഒരു റിഡക്ഷൻ എന്താണ് നോക്കിക്കേ, ദിസ് ഇസ് മൈ R5. ഓക്കെ, അപ്പം എൻ്റെ I9 കംപ്ലീറ്റ് ആയി. എൻ്റെ I9ൽ വന്നേക്കുന്നത് R5 റിഡക്ഷൻ ആണ്, ആൻഡ് ദാറ്റ് വിൽ ബി റിട്ടേൺ ഇൻ ദ ഡോളർ. I9ൽ R5 ആണ് വന്നേക്കുന്നത്. ഓക്കെ, ശരി. ഇനി ഇപ്പം അടുത്തത് എന്താണ്, നമ്മുടെ I6ൽ ഇനി അടുത്ത എന്താണ്, അടുത്ത സ്റ്റാർ വരാം അല്ലേ. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, സ്റ്റാർ വന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് L gives സ്റ്റാർ $6. അടുത്ത R പിന്നെ നമുക്ക് എഴുതാം. R എന്താണ്, ഈ L ഡോളർ, അത് കഴിഞ്ഞേച്ച് അത്രേ ഉള്ളൂ, ഒരു ആറിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളു അല്ലേ. അപ്പം ഇത് ഇങ്ങനെ എഴുതുക. വാട്ട് ഈസ് ദിസ് പ്രൊഡക്ഷൻ കോൾഡ്, ഐ എം കോളിങ് ഇറ്റ് I11. ഓക്കെ, അപ്പം അടുത്തത് L gives ID, കോമ. അപ്പം ഇവിടെ ID വന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, L gives ID, അത് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് കോൾഡ് മൈ I12. ഓക്കെ, അപ്പം എൻ്റെ I12, ഇത് I12 ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതുവാണേ. I12 ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. I12ൽ എന്താണ് നടക്കുന്നത്, റിഡക്ഷൻ ആണ് നടക്കുന്നത് അല്ല. ഏത് ഇതിൻ്റെ R4ൻ്റെ റിഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അതെടുത്ത് എഴുതുക. ഞാനത് സ്റ്റേറ്റ് എഴുതുന്നതിനനുസരിച്ച് പോകുന്നത് വെച്ചാൽ വലിയൊരു ടേബിൾ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ R12ൽ റിഡക്ഷൻ എവിടെയാണ് ഞാൻ എഴുതേണ്ടത്, ഡോളറിൽ. R4ൽ ഞാൻ എഴുതി. ഓക്കെ, ശരി. ഇനി അടുത്തത് എന്താണ്, ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, ഇവിടെ നമ്മൾ ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത്, അപ്പോൾ ഇവിടുത്തെ I12 കഴിഞ്ഞ് I11ൽ നമുക്ക് എന്താണ് അടുത്തത്, അപ്പോസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ അപ്പോസ്ട്രോഫി അല്ലല്ലോ, സെമിക്കോളം വന്നു കഴിഞ്ഞാൽ എന്തെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. സോ സെമിക്കോളം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെയിം പ്രൊഡക്ഷൻ തന്നെ ഗോ ത്രൂ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ദ സെയിം തിങ്. അപ്പം അത്രയേ ഉള്ളൂ, ഐ തിങ്ക് സോ. പിന്നെ അടുത്ത വരുന്നത് R വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, R വരുവാണെന്നുണ്ടെങ്കിൽ L gives R, അത് കംപ്ലീറ്റ് ആവും, ഡോളർ, ആൻഡ് ദിസ് വിൽ ബി മൈ I13. ദിസ് ഇസ് അഗെയിൻ എ റിഡക്ഷൻ R3. ഓക്കെ, സോ എൻ്റെ I11ഉം I13ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ I11ൽ എങ്ങനെയാണ്, I11ൽ നമുക്ക് വരുന്നത് S6 അല്ലേ, നമുക്ക് കോളം വരുമ്പോഴത്തേനും S6ലോട്ട് പോകും. അത് കഴിഞ്ഞേച്ച് I13ലോട്ട് നമുക്ക് R വന്നു കഴിഞ്ഞാൽ പോകും അല്ലേ, I13ലോട്ട് പോകും. ഇനി I13 എന്താണ്, I13 റിഡക്ഷൻ ആണ്. അപ്പോൾ I13 റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഡോളർ R3 റിഡക്ഷൻ ആണ് വരുന്നത്. സോ നമ്മളത് ഡോളറിൽ എഴുതുന്നു. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പം അത് കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ഏരിയ നമ്മളുടെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞേച്ച് എന്താണ് ഇനി വരുന്നത്, അപ്പം ആ ഒരു ഏരിയ മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലൊന്നും സിംപ്ലിഫൈ ചെയ്യാനായിട്ടില്ലല്ലോ. അപ്പം എന്താണ് ചെയ്യുന്നത്, അടുത്ത് ഇവിടെ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലോട്ട് വരിക. അപ്പം L കഴിഞ്ഞ് ഇവിടുത്തെ ഇൻപുട്ടിൽ നിന്ന് L കഴിഞ്ഞു. ഇനി അടുത്തത് R വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് R വന്നു എന്നുണ്ടെങ്കിൽ S gives R ആൻഡ് ദെൻ ഡോളർ. ഓക്കെ, ഇത് I3 ആണ്. ഓക്കെ, ഇത് അഗൈൻ റിഡക്ഷൻ ആണ്, റിഡക്ഷൻ ടു R2. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ റിഡക്ഷൻ ആണ് അഗൈൻ. അപ്പം എൻ്റെ R3യിൽ എൻ്റെ I3യിൽ ഞാൻ റിഡക്ഷൻ മാർക്ക് ചെയ്യുവാണ് ഇൻ മൈ ഡോളർ സൈൻ R2. R3യിൽ ഞാൻ റിഡക്ഷൻ മാർക്ക് ചെയ്യുന്നു R2. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കിവിടുന്ന് സ്റ്റാർ പോസിബിൾ ആണ് അല്ലേ, സ്റ്റാർ. അപ്പം സ്റ്റാർ ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റാർ വന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, L gives സ്റ്റാർ R അല്ലേ. ഇവിടെ ഈക്വൽ ടു ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ പറയാം ഇതും സെയിം അല്ലേ, പക്ഷെ നമ്മളുടെ ലുക്ക് ഹെഡ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എഗെയിൻ ഐ എം റൈറ്റിംഗ് R gives L dollar and I am marking this production as I
4. I4 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇനി അടുത്ത ഇതിലും എനിക്ക് കൂടുതൽ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഏതാണ്? 6 വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ അല്ലേ? 6 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 6 വന്നു എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? L gives star R then equal to. ഓക്കെ, ദിസ് ഇസ് മൈ കംപ്ലീഷൻ അല്ലേ? അപ്പം ഈ ഒരു സാധനത്തിന് ഞാൻ I8 എന്ന് പറയുന്നു. ഇതെൻ്റെ റിഡക്ഷൻ ആണ് ടു മൈ R3 റിഡക്ഷനാണ്. അപ്പം എൻ്റെ I8 ഞാൻ റിഡക്ഷൻ എന്ന് എഴുതി വെച്ചേക്കുവാണ്. ഇവിടെ ഈക്വൽ ടുവിലാണ് ഞാൻ എഴുതുന്നത്, കാരണം എൻ്റെ ലുക്ക് ഹെഡ് ഈക്വൽ ടു ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സംഭവം ഏതാണ്? ഇനി അടുത്ത വരുന്നത് ഏതാണ്? നമുക്ക് 6 കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു സെമിക്കോളനാണ് വരുന്നത്. അപ്പം സെമിക്കോളൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സെമിക്കോളൻ വന്നു എന്നുണ്ടെങ്കിൽ R gives സെമിക്കോളൻ ഡോട്ട് L ഡോളറല്ല, ഈക്വൽ ടു ആണ്. ഇത് ഈക്വൽ ടു ആണ് കേട്ടോ, ഇത് ഈക്വൽ ടു ആണ്. ഓക്കെ, ഈക്വൽ ടു ആൻഡ് ദെൻ L gives star R equal to and then L gives ID equal to. ഓക്കെ, ഇത്രയേറെ മനസ്സിലായല്ലോ. അപ്പം ഇത് ഞാൻ I14 ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് സെമിക്കോളൻ വന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ഇനി ഇവിടെ അടുത്തത് L വന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? L വന്നു എന്നുണ്ടെങ്കിൽ എഗെയിൻ what are we going to do? We are going to write it as R gives L. ഇത് കംപ്ലീറ്റഡ് ആണ്. ആൻഡ് ദെൻ ദിസ് വിൽ ബി മൈ I15. ദിസ് ഇസ് മൈ റിഡക്ഷൻ ആണ്. ഇത് അഗൈൻ R5 റിഡക്ഷൻ ആണ് വരുന്നത് 15. അപ്പോൾ അഗൈൻ R5 ആണ് ഈക്വൽ ടുവിൻ്റെ ഇവിടെ കൊണ്ട് ഞാൻ എഴുതുവാണ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് മൈ ലുക്ക് ഹെഡ് ഇസ് ഈക്വൽ ടു. അത് കഴിഞ്ഞിച്ചു ഇവിടെ നമുക്ക് അടുത്ത പോസിബിലിറ്റി സ്റ്റാർ വരുന്നതാണല്ലേ. സ്റ്റാർ വരുവാണെങ്കിൽ എന്താണ് ചെയ്യുക? സ്റ്റാർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു സംഭവത്തിലോട്ട് പോകും, I4 പോകും. ID വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ID വരുവാണെന്നുണ്ടെങ്കിൽ L gives ID equal to, this will be my production I5. ഓക്കെ, അപ്പം എൻ്റെ I5 ഇതെൻ്റെ റിഡക്ഷനും കൂടിയാണ്. സോ ദിസ് ഇസ് മൈ റിഡക്ഷൻ. അത് R4 റിഡക്ഷനാണ്. സോ എൻ്റെ I5 ഞാൻ R4 റിഡക്ഷൻ എഴുതുവാണ്. എവിടെ? ഇവിടെ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് എഴുതാൻ ബാക്കിയുള്ളത്? നമ്മൾ എഴുതി I14 നമ്മൾ എഴുതിയില്ല അല്ലേ? അപ്പോൾ I14 നമുക്ക് എഴുതാം. I14 എന്തൊക്കെയാണ് വരുന്നത്? I14 വരുന്നത് ഷിഫ്റ്റ് വരുന്നുണ്ട് അല്ലേ? S4ഉം S5ഉം വരുന്നുണ്ട്. നമുക്ക് ID വരുമ്പോഴും പിന്നെ സ്റ്റാർ വരുമ്പോഴും ഉള്ളത്. പിന്നെ എല്ലിലോട്ട് ഏതാണ്? എല്ലിലോട്ട് 15 പോകുന്നത് അല്ലേ? 15 ആണ് എല്ലിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതി, ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയും ഒരു സെക്ഷൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തത് എങ്ങോട്ടാണ്? 1 2 3 4 എല്ലാം കഴിഞ്ഞല്ലേ? ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് അടുത്ത വരുന്നത് സ്റ്റാർ വന്നു. ഇനി ID വന്നാൽ എന്താണ്? ID വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ, ഈ ഒരു സംഭവം തന്നെയല്ലേ ID വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് സെമിക്കോളൻ വന്നു കഴിഞ്ഞാലോ? ഇത് ഡോളറുള്ള സെമിക്കോളനാണ് കേട്ടോ. അപ്പത്തേനും ഇങ്ങോട്ട് നമ്മൾ വരും, ഈ ഒരു സാധനം. കാരണം ലുക്ക് ഹെഡും ഈ ഒരു ട്രാൻസാക്ഷനും മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണ് നോക്കി. നമ്മൾ 0 നമ്മൾ എഴുതിയില്ല. 0 നമ്മൾ ലാസ്റ്റ് ചെയ്താൽ വെച്ചിരിക്കുക അല്ലേ? 0ൽ സ്റ്റാർ വരുമ്പോഴത്തേനും എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ I4 പോകുന്നത്. സോ ഷിഫ്റ്റ് 4. ID വരുമ്പോഴത്തേനും ഷിഫ്റ്റ് 5. കോളൻ വരുമ്പോഴത്തേനും എന്താണ്? ഷിഫ്റ്റ് 6 ആണ്. ഷിഫ്റ്റ് 6 ആണ് വരുന്നത്. അത് കഴിഞ്ഞ് എസ്സിലോട്ട് 1, എല്ലിലോട്ട് 2, ആറിലോട്ട് 3. എസ്സിലോട്ട് ഫസ്റ്റ് പ്രൊഡക്ഷൻ അല്ലേ? ഫസ്റ്റ് 1 പ്രൊഡക്ഷന്, എല്ല് വന്നു കഴിഞ്ഞാൽ 2 പ്രൊഡക്ഷൻ, 6 വന്നു കഴിഞ്ഞാൽ 3 പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി നമ്മൾ അക്സെപ്റ്റ് S2 R2 ഇതൊക്കെ എഴുതി. നമ്മൾ 4 എഴുതിയില്ല അല്ലേ? I4 നമ്മൾ എഴുതിയിട്ടില്ല. I4 എവിടെയാണ് കിടക്കുന്നത്? I4 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു I4 എങ്ങനെയാണ് വരുന്നത്? I4ൽ നിന്നും നമുക്ക് സെമിക്കോളൻ എടുത്തു കഴിഞ്ഞാൽ I14 പോകാം. സോ എങ്ങനെയാണ് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ I14 പോകാം. സോ S14 ആണ് നമുക്കിവിടെ വരുന്നത്. ആൻഡ് ദെൻ എല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ്, ഇവിടെ അല്ലേ, 6 കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് I8 പോകാം. സോ 8 ഇത്രയും നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് R4
I6 എഴുതിയിട്ടില്ല നമ്മളല്ലേ. അപ്പം I6 നോക്കാം. I6 എവിടെയാണ്? ഓക്കെ, I6 ഇവിടെയാണ്, അത് നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, I6 L വന്നു കഴിഞ്ഞാൽ I9 നമ്മൾ പോകും. ID വന്നു കഴിഞ്ഞാൽ I12 സ്റ്റാർ വന്നു കഴിഞ്ഞാൽ I11 സോ ഇവിടെ ഏതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത്? I6 അല്ലേ. I6 S11 S12 ആൻഡ് ദെൻ L വന്നു കഴിഞ്ഞാൽ 9 പോകും. ഓക്കെ, അത് കഴിഞ്ഞേച്ച് പിന്നെ ഏതാണ് ബാക്കിയുള്ളത്? പിന്നെ എനിക്കൊന്ന് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതാണ് നമ്മളുടെ ടേബിൾ വരുന്നത്. ഏതിൻ്റെ ടേബിളാണ്? നമ്മുടെ CLRൻ്റെ പാഴ്സിംഗ് ടേബിൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി പഠിത്ത CLR പാഴ്സിംഗ് ടേബിൾ അത് എന്താണ്? ഈ ഒരു ഗ്രാമർ CLR ആണോ അല്ലയോ? ഇറ്റ് ഇസ് CLR ബിക്കോസ് നമുക്ക് ഒരിടത്തും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. അപ്പം ഇത് എഗെയിൻ എൻ്റെ ഒരു ആൻസറാണ്. നിങ്ങൾക്കിതിന് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ബിക്കോസ് വെരി വെരി ബിഗ് ടേബിളാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ ഞാനായിട്ട് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ R2 രണ്ടിടത്തായിട്ട് എഴുതി. ബിക്കോസ് S7 വന്നപ്പോഴത്തേനും എന്തായിരുന്നു? S7 E gives T എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ ഈയുടെ ഫോളോ തന്നെയാണ് എടുക്കേണ്ടത്, Tയുടെ അല്ല. ഇത് R2 തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഞാൻ ഒരു ഡൗട്ടായിട്ട് പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിരുന്നു. സോ ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ LHSൻ്റെ ഫോളോ എടുത്തിട്ടാണ് നമ്മൾ റിഡക്ഷൻ മാർക്ക് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എന്താണ് SLR. അറ്റ് ദ സെയിം ടൈം CLRൽ എങ്ങനെയാണ്? CLRൽ നമ്മൾ ലുക്ക് ഹെഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു CLRലെ കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഫോളോയും നമ്മൾ കൺസിഡർ ചെയ്യും, പക്ഷേ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ് പ്ലീസ് ടു ആസ്ക് ഇൻ ദി കമൻറ്റ്സ്.